ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഞാൻ യൂട്യൂബിലത്തേക്ക് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യണം കേട്ടോ. കാരണം എൻ്റെ വോയിസ് ഉള്ളത്. അപ്പോൾ വാഴ 2 കണ്ടു. ഗംഭീര സിനിമ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ എവിടേക്കോ കണക്ട് ചെയ്യും, നമ്മളെവിടേക്കോ ടച്ച് ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. അത് നമ്മുടെ ഇപ്പോൾ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ള കാലഘട്ടത്തിലൊക്കെ നമ്മളെ കൊണ്ടുപോയിട്ട് എന്താണ് എവിടെയൊക്കെയോ നമ്മളെ കണക്ട് ചെയ്യും. അതായത് ഇപ്പോൾ അതിനകത്ത് അച്ഛൻ മകൻ റിലേഷൻഷിപ്പ്, ബ്രദർഹുഡ് റിലേഷൻഷിപ്പ്, ബ്രദർ സിസ്റ്ററായിട്ടുള്ളത്, എനിക്ക് ഫ്രണ്ട്സ്, കാമുകനായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മളെവിടെയെങ്കിലുമൊക്കെ ടച്ച് ചെയ്ത് ഇങ്ങനെ പോകുന്നൊരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മളെ കുറേ ചിരിപ്പിക്കും, പിന്നെ ചിന്തിപ്പിക്കും, നമ്മളെ കരയിപ്പിക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഒരു പരിധി വരെയൊക്കെ നമ്മൾ വിചാരിക്കും കരയേണ്ടെന്ന് വിചാരിച്ചൊക്കെ ഇരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിനകത്ത് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ലൈഫിൽ എവിടെയൊക്കെ നമ്മളെ ടച്ച് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരു സെക്കൻഡെങ്കിലും ഏതെങ്കിലും ഒരു സീനിലെങ്കിലും നമ്മളൊന്ന് ഇമോഷണലായി ഒന്ന് കരഞ്ഞു പോകും ചെറുതായിട്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമ. ഈ പറഞ്ഞ കണക്ക് നമ്മളൊരു നല്ല സിനിമ എന്ന് പറയുന്നത് എപ്പോഴും അതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ, അതായത് ഇപ്പോൾ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന നടന്മാരുടെയൊക്കെ പെർഫോമൻസ്, അതിൻ്റെ ക്യാമറ വർക്ക്, സംഗീതം, ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒത്തു വന്നൊരു സിനിമ തന്നെയാണ് വാഴ 2. അതുകൊണ്ട് തന്നെ 200 കോടി ക്ലബ്ബിൽ ഇപ്പോൾ കയറി കഴിഞ്ഞു. പിന്നെയും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂപ്പർ സ്റ്റാറുകളൊന്നും ഇല്ലാണ്ട് തന്നെ ഇത്രയും ഒരു കളക്ഷൻ നേടിയൊരു സിനിമ. നേരത്തെ മഞ്ഞുമൽ ബോയ്സൊക്കെ വന്നു, അതുപോലെ തന്നെ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പുതുമുഖങ്ങളാണ്. പക്ഷേ പുതുമുഖങ്ങളാണെങ്കിൽ പോലും ഇവരെല്ലാവരും റീൽസുകൾ ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാമെന്നുള്ളവരാണ്. പക്ഷേ ഹാഷറിനെ കുറിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഹാഷറിൻ്റെ റീൽസൊക്കെ ഒരുപാട് കാണാറുണ്ട്. പക്ഷേ ഈ റീൽസ് കാണുമ്പോഴൊന്നും എനിക്ക് ഹാഷറിൻ്റെ അഭിനയം എല്ലാത്തിലും അത്ര മികച്ചതായിട്ടൊന്നും തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ആഷിറിനെ കൊണ്ടിങ്ങനെ കോമഡി അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള ചില കണ്ടൻറ്റൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഇതിനകത്ത് ആഷിർ എന്ത് മനോഹരമായിട്ടാണ്, കോമഡി ആയിക്കോട്ടെ, സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴായിക്കോട്ടെ, ഗംഭീരം കിടിലമായിട്ടത് മാനേജ് ചെയ്തിട്ടുണ്ട്, കിടിലമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ എല്ലാവരും ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും, ഇവരെ ആ 4 പേരുടെ ഗ്യാങ് റീൽസ് ചെയ്യുന്ന അവർ 4 പേര് ഒരുമിച്ച് വരുമ്പോഴുള്ള കോമ്പിനേഷൻ സീന്, അത് കണക്ക് നമ്മൾ കുഡൂസ് മീഡിയയിലുള്ള ടീംസ് വരുമ്പോഴത്തേക്കുള്ളത്. അതുപോലെ തന്നെ അതിനകത്തൊരു തിയേറ്റർ സീനുണ്ട്. ആ തിയേറ്റർ സീന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത് ഈ പറഞ്ഞിട്ട് എൻ്റെ ലൈഫിൽ കണക്ട് ചെയ്യുന്നൊരു ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. കാരണം തിയേറ്ററിനകത്തുള്ള സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ ഞാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സിനിമ, അതായത് എൻ്റെ ലൈഫിലുണ്ടായ സംഭവം എന്ന് പറഞ്ഞത്, ഞാൻ നമ്മുടെ വെള്ളിത്തിര എന്ന് പറഞ്ഞ സിനിമ, പൃഥ്വിരാജിൻ്റെ സിനിമ റിലീസായ സമയത്ത് തിയേറ്ററിൽ ഫസ്റ്റ് ഡേ പോയിട്ട് കാണാം. അപ്പോൾ അന്നിങ്ങനെ ഫാൻ ഷോ ഒന്നും വന്ന് തുടങ്ങിയില്ല പൃഥ്വിരാജിൻ്റെ സിനിമയൊന്നും വരുമ്പോഴത്തേക്ക്. അപ്പോൾ അന്ന് ഫസ്റ്റ് ഡേ പോയി കാണുന്ന സമയത്ത് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ക്ലാസ് കെട്ടിയിട്ട് പോവാണ്. അപ്പോൾ അന്ന് അവിടെ തിരുവനന്തപുരത്തുള്ള തിയേറ്ററിലാണ്. അപ്പോൾ അവിടെയുള്ള സ്കൂളിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു കുറേ പേര്. കണക്കിന് എനിക്ക് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ അവർ ഒരുപാട് പേരുണ്ടായിരുന്നു കണക്ക് ക്ലാസ് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവെൽ സമയമായ സമയത്ത് നമ്മുടെ ഈ തിയേറ്ററിൻ്റെ ബാൽക്കണിയിൽ, ഞങ്ങൾക്ക് അന്ന് ടിക്കറ്റിന് എടുക്കാൻ കാശ് കയ്യിൽ കുറവായതുകൊണ്ട് ഫ്രണ്ടിലോട്ടുള്ള റോയിലാണ് ഇരിക്കുന്നത്. ബാൽക്കണിയിൽ ഇതിൻ്റെ സംവിധായകൻ ഭദ്രൻ, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ, ഇപ്പോൾ ഇവർ രണ്ടും കൂടെ വന്നിട്ട് ഈ തിയേറ്ററിലെ റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. ഈ വന്ന ഉടനെ പോയി ഇൻ്റർവെൽ ആകുമ്പോൾ തന്നെ ചോദിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സിനിമ മോശമാണോ നല്ലതാണോ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു തള്ളിക്കയറ്റം ഉണ്ടല്ലോ, അതൊന്നും വന്നില്ല. അപ്പോൾ അങ്ങനെ അവരിങ്ങനെ നിന്നിട്ടിങ്ങനെ താഴെ നിൽക്കുന്ന ഈ പിള്ളേർ നമ്മളെല്ലാവരും ഉണ്ട്, അവരുടെ അടുത്ത് ഇങ്ങനെ സിനിമ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ്. ചോദിച്ചത് മാത്രമേ അങ്ങേർക്ക് ഓർമ്മയാണത്തുള്ളൂ. 4 സൈഡിൽ നിന്ന് തെറിയായിരുന്നു. തെറിയെന്ന് പറഞ്ഞാൽ, എടാ മോനെ ഇനി ഇങ്ങനത്തെ സിനിമ എടുക്കുമോ വളരെയെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് തെറിയായിരുന്നു. അപ്പോൾ ഈ തെറിവിളി, ഈ വാഴ 2 നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് ആ ഒരു തിയേറ്റർ സീനിൽ നിങ്ങൾക്ക് കണക്റ്റ് ആവും എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ തിയേറ്ററിൽ നിന്ന് ഈ സിനിമ കാണുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓടി വന്നൊരു ഇൻസിഡൻ്റാണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് പൃഥ്വിരാജ് അറിയാം വള്ളിത്തിരയെന്നൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് സിനിമകളൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു മുൻനിരയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. കാരണം വളർന്നു വേണ്ട എനിക്ക് പോലും അന്ന് പൃഥ്വിരാജിൻ്റെ ആ സിനിമ എനിക്ക് അന്ന് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പിന്നീട് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ അന്ന് തിയേറ്ററിൽ കണ്ട സമയത്ത് എനിക്ക് ആ സിനിമ അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു.
അപ്പോൾ അന്ന് പൃഥ്വിരാജിനെ ആർക്കും കണ്ടുകൂടാന്ന് പറയൂല, അങ്ങനെയുള്ളൊരു സഭയുണ്ടായിരുന്നു. പൃഥ്വിരാജിനും അറിയായിരിക്കും പറഞ്ഞെടുക്കുക, അങ്ങനെ ഒരു സഭയുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് ഡീഗ്രേഡ് ചെയ്യുന്ന പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വളർന്ന് വരുന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ അങ്ങനെ ഈ ഒരു ഇൻസിഡൻറ്റ് ആയിട്ട് പെട്ടെന്ന് എനിക്ക് കണക്ട് ആയി. അങ്ങനെ പിന്നെ ഒരുപാട് നമ്മുടെ ജീവിതത്തിലുള്ള പല ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയൊക്കെ ഇത് കടന്നു പോകുന്നുണ്ട്. എന്തായാലും ഒരു ഗംഭീര സിനിമ തന്നെയാണ്. ഗംഭീര സിനിമ വെച്ചാൽ നല്ലൊരു സിനിമ, നമുക്ക് തിയേറ്ററിൽ പോയി കണ്ട് ചിരിച്ച് ആസ്വദിച്ച് കാണാൻ പറ്റിയ, ഇമോഷണലി കൂടെ നമ്മളെ ഒന്ന് കണക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ. അല്ലാണ്ട് ഭയങ്കര ബ്രഹ്മാണ്ഡ സിനിമയെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഭയങ്കരമായിട്ട് നമ്മൾ സിനിമ കണ്ടിട്ട് അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും, അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല. ഒരു 2.5 മണിക്കൂർ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു സിനിമ. എന്തായാലും തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. പിന്നെ ഞാനും വിചാരിച്ചു ഈ പിള്ളേരുടെ ഇപ്പോൾ ഇവരെ പോലുള്ള കംപ്ലീറ്റ് ഈ റീൽസിലുള്ളവരുടെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വിചാരിക്കും ഈ ജെൻസി പിള്ളേരുടെ സിനിമയല്ലേ, ഇതിനകത്ത് നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് ഒരു സെക്കൻഡ് പോലും നമ്മളെ അത് ബോറടിപ്പിക്കത്തില്ല. നല്ലൊരു സിനിമ തന്നെയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം ഇതുപോലുള്ള നല്ല സിനിമകൾ വരുമ്പോഴാണ് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. കാരണം ഇപ്പോൾ സൂപ്പർ സ്റ്റാർസ് ഒന്നും ഇല്ലാണ്ട് തന്നെ എത്രയും പുതിയ ആൾക്കാരാണ് എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടി ഇതുപോലുള്ള അവരുടെ ഒരു കഴിവ് വലിയ സ്ക്രീനിൽ അത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്നത് അതൊരു ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഇനിയും വരും തലമുറയ്ക്കും അല്ലെങ്കിൽ ഇതിൽ ഇപ്പം തന്നെ ഉള്ള അടുത്ത ജനറേഷനിലുള്ളവർക്കൊക്കെ വളരെ ഒരു നല്ലൊരു ഇൻസ്പിറേഷനാണ്. കാരണം സോഷ്യൽ മീഡിയ വഴി റീൽസും മറ്റു കാര്യങ്ങളും കോണ്ടന്റ് ക്രിയേറ്റേഴ്സായിട്ട് നിന്നിട്ട് അവർക്ക് എങ്ങനെ ആവാം, അതുവഴി തന്നെ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി സിനിമയിലേക്ക് കിട്ടി ഒരു ബിഗ് സ്ക്രീനിലേക്ക് കിട്ടുക എന്നുള്ളത് വലിയ കാര്യമല്ല. ഇത് ചെറിയ കാര്യമല്ല, ഒട്ടും ചെറിയൊരു കാര്യമല്ല. ഒരു സിനിമയിൽ ഇപ്പോൾ ഇവരൊക്കെ എത്ര റീൽസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഒരു സിനിമയിലേക്ക് വരുമ്പോൾ, സിനിമ എന്ന് പറയുന്ന ഒരു വലിയ വ്യവസായ മേഖല തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. അത്രയും വലുതാണ്, ഇറ്റ്സ് റിയലി ബിഗ്. അപ്പോൾ അതുകൊണ്ട് അതിലോട്ട് വരാൻ പറ്റിയത് കൊണ്ട് ആ ഒരു അവസരം അവർക്ക് കിട്ടിയതുപോലെ ഇനിയും ഒരുപാട് ആൾക്കാർക്ക് കിട്ടും. അതിനകത്തുള്ള നടന്മാർക്കൊക്കെ എല്ലാവരും ഗംഭീരമായിരുന്നു കേട്ടോ. എല്ലാവരും എടുത്ത് പറയേണ്ട കാര്യം ഇപ്പോൾ വിജയ് ബാബു ആണെങ്കിലും നമ്മുടെ അജു വർഗീസ് ആണെങ്കിലും എല്ലാവരും ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ഫാമിലിയായിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.